ഒന്നുകിൽ അനുപമയെ ഡോക്ടർ ചതിച്ചു, അല്ലെങ്കിൽ അവള് പറയുന്നത് പച്ചക്കള്ളം. വിമാനത്തിൽ പണിക്കൂടാത്തതിന്റെ പ്രതികാര പെണ്ണിന് ഞാൻ ദയാ കിളവൻസിനോട് എല്ലാ എരിവും പുള്ളിയും ചേർത്ത് തട്ടിയിട്ടുണ്ട്. അങ്ങേരെ ഒന്നും വിടാതെ അമ്മ ഒന്നും പറഞ്ഞിരിപ്പോണ്ട്. ഓ, ഇനി അവളെ എന്ത് കുന്തം പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കില്ല. അച്ഛാ, നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഏക തടസ്സം. നമ്മൾ ഒറ്റക്കെട്ടാവുന്നു, തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം മുത്തച്ഛൻ അറിയിക്കുന്നു. അങ്ങനെ അനുപമയെ ഞാനുമായിട്ടുള്ള കല്യാണം നടക്കുന്നു. നല്ല തീരുമാനം. നമുക്കിതൊന്ന് കൈയടിച്ച് പാസ്സാക്കാം. അതങ്ങ് പള്ളി ചെന്ന് പാസ്സാക്കിയാ മതി. മോഹനകൃഷ്ണൻ അനുപമയെ കെട്ടുമ്പോ ഞങ്ങൾ അങ്ങ് അണ്ണാക്കി വെള്ളം തള്ളി മാനത്തേക്ക് നോക്കി നിൽക്കണോ? എന്ത് മകൻ കെട്ടിയാൽ നിങ്ങളെ വെറുങ്കയോടെ ഇറക്കി വിടുന്നാണോ വിചാരം? അല്ല, സ്വത്തില് കുറച്ചങ്ങട് തരും. എതിർപ്പില്ല. നീ മിണ്ടാരിയടാ. സ്വത്തിന്റെ മുക്കാലും ഞങ്ങൾക്ക് കിട്ടണം. അതെ, ബാക്കി കാലും പെണ്ണും നിങ്ങൾക്ക്. അത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യ്, കാലും പെണ്ണും നിങ്ങൾക്ക്, മുക്കാൽ ഇങ്ങനെ തന്നേക്ക്. ആരുടെ കാലിന്റെ കാര്യം പറയുന്നേ? ആനയുടെ കാല്. അച്ഛാ, പെണ്ണെനിക്ക് മസ്റ്റാ എന്ന് പറഞ്ഞാ എന്തിനും ഏതിനും ഒരു മര്യാദ ഇല്ലടാ. എന്നാ പിന്നെ 50-50. അയ്യോ, പാതി പെണ്ണോ? ഓ, ഇത് നടക്കില്ല. നടക്കണ്ട. അച്ഛാ, തർക്കം വേണ്ട. സ്വത്തിനേക്കാളും എനിക്ക് വലുത് അനുപമയാണ്. 60% കൊടുത്തേക്കൂ. അവന്റെ ആഗ്രഹമല്ലേ. എന്നാലും ഒരെന്നാലും ഇല്ല. സമ്മതമാണോ? എന്നാ കൈകൂടെ. വെറും 10% ഡിസ്കൗണ്ടിൽ എനിക്ക് പെണ്ണ് പോയി. നീ വിഷമിക്കണ്ടടാ. നിനക്ക് നല്ലൊരു പെണ്ണിനെ 10 വർഷത്തിനകം ഞാൻ കണ്ടുപിടിക്കും. താങ്ക് യു. ഒരല്പം പ്ലാനിങ് മിസ്റ്റേക്ക് പറ്റി. പെട്ടെന്ന് മുത്തച്ഛൻ എടുത്തു ചാടുന്ന് കരുതിയില്ല. ആ ഡോക്ടറുടെ ജീവിതം താറുമാറാവോ? ആയാലും നമുക്കെന്താ, എന്റെ ലക്ഷ്യം നടക്കും വരെ ഇനിയും പല നമ്പറുകൾ ഞാൻ ഇറക്കും. എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. അപ്പുറത്ത് പുറച്ചിറക്കന്മാരുടെ സമ്മേളനം നടക്കുക. ഇടിയും തൊഴിയും അനുവിന് വേണ്ടി. ഈ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഞാൻ നമ്മുടെ കാര്യം അപ്പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മുത്തച്ഛനോട് ഒന്ന് പറയട്ടെ. അദ്ദേഹം എന്നെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. ഒന്നുകൂടെ വിളിച്ചേ കുട്ടാ. ഇതൊക്കെ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇടയ്ക്ക് ഇതുപോലെ എന്റെ കൺട്രോൾ വിടും. അനു വേണോ എന്നെ കടിഞ്ഞാനിടാൻ? ആരോ വരുന്നുണ്ട്. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ? എനിക്ക് കാണണം. കാണാം. അപ്പുറത്ത് നിങ്ങൾ 2 ഗ്രൂപ്പും സമ്മേളനമായിരുന്നെന്ന് കേട്ടു. ഒടുവില ഓമനെ കൂട്ടാ സത്യം മനസ്സിലായത്. അനുപമയുടെ പുറകെ നടന്നിട്ട് പ്രയോജനമില്ല. അതെ, ആ സത്യം തനിക്കും മനസ്സിലായില്ലേ? അതല്ല, അനുപമയ്ക്ക് കൂടുതൽ ചേരുന്നത് ഞാനാണെന്ന് സത്യം. അനുപമ തീരുമാനിക്കട്ടെ. ഇയാള് കൂടുതൽ ഭാരിച്ച കാര്യം അന്വേഷിക്കണ്ട. ഇറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ കുടുംബക്കാർക്ക് പലതും സംസാരിക്കാനുണ്ട്. കൺട്രോളിംഗ്. സംസാരിച്ചോളൂ. ഓൺലി 2 minutes. വേറൊന്നുമല്ല, ഒടുവിൽ നറക്ക് എനിക്ക് വേണു. ഇനിയിപ്പോ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ഇയാള് പോയില്ലേ? ഇല്ല. അനുപമയുടെ പാസ്റ്റ് അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് പാസ്റ്റ്? എങ്കിലൊരു ചെറിയ സത്യം ഞാൻ പറയാം. മറ്റാരും അറിയാത്തൊരു വലിയ സത്യം. അനുപമ ഒരു പിഴച്ച പെണ്ണാണ്. ഒരു പിഴച്ച പെണ്ണിനെ കെട്ടാൻ തയ്യാറാണോ? ഇപ്പൊ പറയണം. ഒന്നും പറയാറായിട്ടില്ല. എന്താ ഈ പറഞ്ഞത്? നമ്മുടെ സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. സഹകരിക്കണം. എന്നാൽ ഇത് കുറെ കൂടിപ്പോയി. അതൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ പറഞ്ഞു പഴപ്പിച്ച നിന്നെ ഞാൻ കെട്ടും. ഓക്കേ? നിനക്ക് വേണ്ടി വേണേൽ ഞാൻ നിത്യബ്രഹ്മചാരിയാവും. നിന്നെ വിഷമിപ്പിച്ചുകൊണ്ട് അനുപമ എനിക്ക് വേണ്ടടാ. മോനെ, നീ എന്തൊരു വിട്ടത്തരമായി പറയുന്നേ? ഇതാണ് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത്. നിനക്കില്ലാത്തതൊന്നും നിന്റെ മോനുണ്ട്. സഹോദര സ്നേഹം. സഹോദര, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നീ യഥാർത്ഥത്തിൽ വലിയ ഈ കൈമാറ്റത്തിൽ അനന്തന് സന്തോഷിക്കാം. സ്വത്ത് കൂടുതൽ കിട്ടുമല്ലോ. എനിക്ക് ഏട്ടനെ പോലെ ആക്രാതൊന്നുമില്ല. അനുപമയെ മോഹനകൃഷ്ണൻ തന്നെ കെട്ടു. ഇല്ല ഇല്ല, ഒരിക്കലും നടക്കില്ല. ഞാൻ നടത്തോടാ. വിവാഹം ഒരിക്കലും നിർബന്ധിച്ച് നടത്തരുത് കളിച്ച. അതിന് നിന്നെയല്ലോ നിർബന്ധിച്ചത്. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവനും അവളുമായിട്ടുള്ള കല്യാണം നടത്തും. അതിനൊരു മാറ്റമില്ല. ഒരു പിഴച്ച പെണ്ണിനെ കെട്ടാൻ എനിക്ക് സമ്മതം. ആര് പിഴച്ചതാ നീ പറയുന്നേ? പറയടാ. പറയാൻ അനുപമ പിഴച്ച പെണ്ണാണ്. അതുകൊണ്ടാണല്ലോ നീ പെട്ടെന്ന് എന്നെ ഇത്രമാത്രം സ്നേഹിച്ചത്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. അനുപമയ്ക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അനുപമ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റഡി ടൂറിന് ഗോവയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ വെച്ച് യാദൃശികമായ ഒരു മലയാളി യുവാവുമായി പരിചയപ്പെട്ടു. അയാൾ അനുപമയ്ക്ക് ഒരു ഫെലൂഡ ഓഫർ ചെയ്തു. അത് കഴിച്ച് അവൾക്ക് ഓർമ്മയില്ലാണ്ടായി. ബോധം കെട്ടു. ഷീ ബിക്കം റിയലി അൺകോൺഷ്യസ്. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോ അവൾക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടമാവുകയും ചെയ്തു. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കണം? എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത്? ഒരു പെണ്ണിന് വിലപ്പെട്ടത് രൂപയല്ലടാ മണ്ട. ഓഹോ, ആഭരണങ്ങളാണോ? മുംബൈ കഴുത. അയാളെ ഗോവയിൽ പലയിടത്തും തിരക്കി. കിട്ടിയത് അനുവിന്റെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോ മാത്രം. ആ ഫോട്ടോയിലുള്ള ആളല്ലേ ഞാൻ കണ്ട ഡോക്ടർ? അത് തന്നെയല്ലേ ഞാൻ കണ്ട കോച്ച്?
തനിക്ക് ചായ തോന്നിയതായിരിക്കും. ചായം തന്നില്ല, പക്ഷെ ഫോട്ടോ കാണിച്ചപ്പോ അവൻ സമ്മതിച്ചു അവൻ തന്നെയാണെന്ന്. സമ്മതിച്ചോ? അങ്ങനെ അവൻ വഴിയില്ലല്ലോ. ഇവനെ കേസ് ഒന്ന് മതിയാക്കുക. നമ്മുടെ വക്കീല് പറഞ്ഞു ഒന്നും അച്ഛന് വിശ്വാസമായില്ലേ? പറഞ്ഞ് നേരെ ഏതാ നുണ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതുപോലൊരു നിസാര കാര്യത്തിന് ലോകത്ത് ഒരു പെണ്ണും കള്ളം പറയില്ല. എല്ലാ സത്യം അറിഞ്ഞ് ഇനി ആര് വരും എന്റെ മോളെ കെട്ടാൻ? മുത്തച്ഛ, മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. നന്മ നിറഞ്ഞ മനസ്സും ഒരു പെണ്ണിന്റെ നിസ്സഹായത മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലതയും ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ നിമിഷങ്ങൾ നേരിടാൻ തന്റെ ഇടമുള്ള ഒരാൾ അനുപമയെ വിവാഹം ചെയ്യാനുണ്ട്. ഞാനാണ്. അല്ല, അതെ മുത്തച്ഛ, അനുപമ മനസ്സാവാച അറിയാൻ സംഭവിച്ച കാര്യമായതിനാൽ എനിക്ക് സമ്മതമാണ്. ഓമിനിക്കുട്ടാ, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു വെച്ചാ. അവള് പിഴച്ചവൾ. നോട്ട് ദിസ് പോയിന്റ്. ആയിക്കോട്ടെ, എന്റെ കുറുന്തോട്ടിക്ക് വേണ്ടി. വേണ്ട, എന്റെ മോളെ കുറിച്ച് ആരും സഹതപിക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്.